നെക്സ്റ്റ് ടോപ്പിക് ഹൈപ്പർബോള. ഹൈപ്പർബോള എന്ന് പറയുന്നത് മറ്റൊരു കോണിക്കാണ്. സാധാരണ നമ്മുടെ പാരബോള, എലിപ്സ് എന്നൊക്കെ പറയുന്ന പോലെ മറ്റൊരു കോണിക്കാണ് നമ്മുടെ ഹൈപ്പർബോള എന്ന് പറയുന്നത്. അപ്പോ ഹൈപ്പർബോളയുടെ ഫസ്റ്റ് ഡെഫിനിഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹൈപ്പർബോള നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു രണ്ട് ഫോക്കസ് ആണ്. എലിപ്സിനൊക്കെ വേണ്ട പോലെ രണ്ട് ഫോക്കസ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. എലിപ്സ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് ഫോക്കസ്, പാരബോളയ്ക്ക് ഒറ്റ ഫോക്കസ് മതിയായിരുന്നു, എലിപ്സിന് രണ്ട് ഫോക്കസ് വേണമായിരുന്നു. അതേപോലെ രണ്ട് ഫോക്കസ് ആണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ രണ്ട് ഫോക്കസിൽ നിന്നും സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കും, സച്ച് ദാറ്റ് ആ സ്ട്രെയിറ്റ് ലൈൻസ് വന്ന് കൂട്ടിമുട്ടും. സ്ട്രെയിറ്റ് ലൈൻസ്, സ്ട്രെയിറ്റ് ലൈൻ കണ്ടോ? രണ്ട് ഫിക്സഡ് പോയിന്റുകളാണ് ഫോക്കസ്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും, ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. അപ്പോ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് മൈനസ് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വലുത്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് മൈനസ് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്, അതൊരു കോൺസ്റ്റന്റ് ആയി നിലനിർത്തുക. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോ ഇവിടെ നമുക്കൊരു പോയിന്റ് കിട്ടി, അത് മാർക്ക്. നെക്സ്റ്റ് വീണ്ടും നമ്മൾ വരയ്ക്കുന്നു. ഇത് ഈ ഡിസ്റ്റൻസ് മൈനസ് ഈ ഡിസ്റ്റൻസ്, അത് ഇവിടെ ഈ ഡിസ്റ്റൻസ് മൈനസ് ഈ ഡിസ്റ്റൻസ് എന്താണോ കിട്ടിയത് അത് തന്നെയായി. ഡൺ. ഇനി ഇതേപോലെ നമ്മൾ ഇവിടെ വരയ്ക്കാം കേട്ടോ, ഇവിടെ വരയ്ക്കും. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് മൈനസ് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്, അവിടെ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും. കീപ്പിംഗ് ദാറ്റ് ആ ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയി. ഇങ്ങനെ നമ്മൾ കുറെ പോയിന്റ് കിട്ടും. ഇങ്ങനെ നമുക്ക് കുറച്ച് പോയിന്റ് കിട്ടും. ഈ പോയിന്റുകളെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു കർവ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പെയർ ഓഫ് കർവ്സ് കിട്ടും. ആ പെയർ ഓഫ് കർവ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പർബോള. രണ്ട് പോയിന്റുകൾ, ആ രണ്ട് പോയിന്റുകളുടെ പേര് ഫോക്കസ് എന്നാണ്. ഫിക്സ് ചെയ്യുക. അതിനുശേഷം ആ ഫോക്കസിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈനുകൾ വരയ്ക്കുക. സച്ച് ദാറ്റ് ആ രണ്ട് സ്ട്രെയിറ്റ് ലൈനുകളും മീറ്റ് ചെയ്യും. ആ രണ്ട് സ്ട്രെയിറ്റ് ലൈനുകളുടെ ലെങ്തുകൾ തമ്മിലുള്ള ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയി നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനും മീറ്റ് ചെയ്ത പോയിന്റുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് പെയർ ഓഫ് കർവ്സ് കിട്ടും. ആ രണ്ട് പെയർ ഓഫ് കർവ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പർബോള. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് ഹൈപ്പർബോളയുടെ ഡെഫിനിഷനിലേക്കാണ്. ഹൈപ്പർബോളാസ് ഡെഫിനിഷൻ ഇതാ നോക്കൂ, ഇതാണ് ഹൈപ്പർബോളയുടെ ഡെഫിനിഷൻ. ഹൈപ്പർബോള is the set of all points in the plane, the difference of whose distance from two fixed distinct points. ഈ ഫിക്സഡ് ഡിസ്റ്റിങ്ക്ട് പോയിന്റ് അതാണ് ഫോക്കസ്. The difference of two distance from two fixed distinct points is a given positive constant. അവർ തമ്മിലുള്ള ലൈനുകളുടെ ലെങ്തിന്റെ ഡിഫറൻസ് അതൊരു ഫിക്സഡ് പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ദ ലെങ്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫിക്സഡ് പോയിന്റ്. ഫോക്കസുകൾ തമ്മിലുള്ള അകലത്തിനേക്കാൾ കുറവായിരിക്കണം നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന ഡിസ്റ്റൻസുകളുടെ ഡിഫറൻസ്. അത് ഫോക്കസുകളുടെ ലെങ്തിനേക്കാൾ കുറവായിരിക്കണം നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ കുറച്ച് കുഴപ്പങ്ങൾ സംഭവിക്കും. അതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യും. അപ്പൊ ഇതാണ് ഡെഫിനിഷൻ, ഹൈപ്പർബോളയുടെ ഡെഫിനിഷൻ. കഴിയും. ഇങ്ങനെയാണ് നമ്മൾ ഹൈപ്പർബോള ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. കഴിയും. അപ്പൊ നമുക്ക് ഇങ്ങനെ വരച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് കുറച്ചുകൂടെ വൃത്തിക്ക് വരയ്ക്കാം. ഇങ്ങനെ നമ്മൾ വരച്ചു. അപ്പൊ ജനറേഷന്റെ കാര്യം കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ വരച്ചു. ഇനി ഞാൻ കുറച്ച് ആക്സസുകളൊക്കെ ചേർത്ത് വൃത്തിക്കൊന്ന് വരയ്ക്കുക.
ആദ്യം നമ്മൾ എപ്പോഴും പാരബോളയും എലിപ്സും ഒക്കെ വരച്ച പോലെ സ്റ്റാൻഡേർഡ് ഫോമാറ്റിലായിരിക്കും ഞാൻ വരയ്ക്കുന്നത്. ഈ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ വരുന്ന രീതിയിൽ സ്റ്റാൻഡേർഡ് ഫോമാറ്റിലായിരിക്കും ഞാൻ വരയ്ക്കുന്നത്. അപ്പൊ ഞാൻ ഇതാ സത്യം പറഞ്ഞാൽ ഇവിടെ എന്താണ് വരച്ചത്, അയാളുടെ മിറർ ഇമേജ് പോലെയാണ് ഇരിക്കുന്നത്. ഡിറ്റോ ഒരേപോലെയാണ് ഇവിടെ ഇരിക്കേണ്ടത്. ഞാൻ വരയ്ക്കുന്നതിന്റെ പ്രശ്നമാണ്. ഇതാണ് നമ്മുടെ ഒരു ഹൈപ്പർബോള. നമ്മൾ വരച്ചു വെച്ചേക്കുന്ന ഹൈപ്പർബോള ഇതാണ്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഞാൻ പറഞ്ഞ പോലെ ഫോക്കസ് ഫോക്കസ് ഇത് രണ്ടുമാണ് ഫിക്സഡ് ഫോക്കസ്. നമ്മുടെ പാരബോളയിലുള്ളതുപോലെ ഫോക്കസ് കോൺകേവ് സൈഡിലാണ് ഫോക്കസ് ഇരിക്കുന്നത്. കോൺകേവ് സൈഡ്. ഈ ഫോക്കസുകളുടെ മിഡ് പോയിന്റ് ആ മിഡ് പോയിന്റ് ആണ് നമ്മുടെ സെന്റർ. ഫോക്കസുകളുടെ മിഡ് പോയിന്റ് ആണ് നമ്മുടെ സെന്റർ. കഴിഞ്ഞു. ഇനി ഈ ഹൈപ്പർബോള ഈ ഫോക്കസിലും സെന്ററിലും കൂടെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ, ഫോക്കസിലും സെന്ററിലൂടെയും കടന്നു പോകുന്ന ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ പേരാണ് ഫോക്കൽ ആക്സിസ്. ഫോക്കസുകളിലൂടെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ പേരാണ് എന്ത്? ഫോക്കൽ ആക്സിസ്. നിങ്ങൾ കണ്ടാൽ അറിയാം, ഫോക്കൽ ആക്സിസ് നമ്മുടെ ഹൈപ്പർബോളയെ സിമ്മട്രിക്കലി ഡിവൈഡ് ചെയ്യാണ്. ഡൺ. ഫോക്കൽ ആക്സിസ്. അതേസമയം സെന്ററിലൂടെ കടന്നു പോകുന്ന ഫോക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയ ഈ ആക്സിസിന്റെ പേരാണ് കോൺജുഗേറ്റ് ആക്സിസ്. വീണ്ടും പറയുന്നു, ഫോക്കസുകളുടെ മിഡ് പോയിന്റ് ആണ് സെന്റർ. ഫോക്കസുകളിലൂടെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് ഫോക്കൽ ആക്സിസ്. സെന്ററിലൂടെ കടന്നു പോകുന്ന ഫോക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആക്സിസിന്റെ പേരാണ് കോൺജുഗേറ്റ് ആക്സിസ്. ഇനി ഈ ഫോക്കൽ ആക്സിസ് നമ്മുടെ ഹൈപ്പർബോളയെ ടച്ച് ചെയ്യുന്ന സ്ഥലം, നമ്മുടെ ഫോക്കൽ ആക്സിസ് നമ്മുടെ ഹൈപ്പർബോളയെ ടച്ച് ചെയ്യുന്ന ഈ സ്ഥലത്തിന്റെ പേരാണ് വെർട്ടെക്സ്. നമ്മുടെ ഫോക്കൽ ആക്സിസ് ഹൈപ്പർബോളയെ ടച്ച് ചെയ്യുന്ന ഈ സ്ഥലത്തിന്റെ പേരാണ് വെർട്ടെക്സ്. ഇതാണ് ഇവരുടെയൊക്കെ കമ്പോണൻസ്. ഇതൊക്കെയാണ് ഹൈപ്പർബോളയുടെ കമ്പോണൻസ്. വീണ്ടും പറയുന്നു, ഹൈപ്പർബോളയ്ക്ക് രണ്ട് ഫോക്കസ് ഉണ്ട്. ജനറേറ്റ് ചെയ്യാൻ ഫോക്കസ് ആണ് ഉപയോഗിക്കുന്നത്. ഫോക്കസിന്റെ മിഡ് പോയിന്റ് സെന്റർ ആണ്. ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ പേര് ഫോക്കൽ ആക്സിസ്. അതേസമയം ഫോക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയ സെന്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസ് കോൺജുഗേറ്റ് ആക്സിസ്. ഇനി അതേസമയം നമ്മുടെ ഫോക്കൽ ആക്സിസ് ഹൈപ്പർബോളയെ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ രണ്ട് പോയിന്റുകളുടെ പേര് വെർട്ടിസസ്. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് അല്ല, എന്താ പറയേണ്ടത്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വേറൊരാളും കൂടെ ഉണ്ട്. അതായത് സെന്ററിലൂടെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ, അത് നമ്മുടെ ഹൈപ്പർബോളയെ ടച്ച് ചെയ്യുന്നത് പോലെ പോകണം. ടച്ച് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ ടച്ച് ചെയ്യുന്നത് പോലെ പോകണം. അത്രേ ഉള്ളൂ. ഞാൻ വരച്ചതിന്റെ ഒരു മിസ്റ്റേക്ക് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇവിടെ ടച്ച് ചെയ്യില്ല, ടച്ച് ചെയ്യുന്ന പോലെ പോകും. അതേപോലെ വേറൊരാളും ഉണ്ട്, ഇങ്ങനെ. ഓക്കെ, ഡൺ. സെന്ററിലൂടെ കടന്നു പോകുന്ന പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്, അവരും ഹൈപ്പർബോളയും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അയാളും ഹൈപ്പർബോളയും തമ്മിലുള്ള
വേർട്ടിക്കൽ ഡിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. വേർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള ഡിസ്റ്റൻസ് കേട്ടോ, കുത്തനെയുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. എവിടെയോ മീറ്റ് ചെയ്യുമെന്ന് തോന്നും, പക്ഷെ മീറ്റ് ചെയ്യില്ല. എവിടെയോ മീറ്റ് ചെയ്യുമെന്ന് തോന്നും, പക്ഷെ മീറ്റ് ചെയ്യില്ല. ആ പെയർ ഓഫ് ലൈൻസിനെ വിളിക്കുന്ന പേരാണ് അസിംപ്റ്റോട്സ്. ആ പെയർ ഓഫ് ലൈൻസിനെ വിളിക്കുന്ന പേരാണ് അസിംപ്റ്റോട്സ്. കഴിഞ്ഞു. വീണ്ടും വിളിക്കുന്നു. ഹൈപ്പർബോള എല്ലാം വരച്ചു കഴിഞ്ഞതിന് ശേഷം ഹൈപ്പർബോളയിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് അവിടെ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ട്. അയാള് നമ്മുടെ ഹൈപ്പർബോളയെ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ് മൂവ് ചെയ്യും. തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ് മൂവ് ചെയ്യും. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ പേരാണ് അസിംപ്റ്റോട്സ്. നമുക്ക് ഒരു ഫിഗർ, കുറച്ചുകൂടെ വൃത്തിയുള്ള ഫിഗർ നോക്കുകയാണെങ്കിൽ, ടെക്സ്റ്റിൽ നോക്കാം. ദാ നിങ്ങൾക്ക് കാണാം, ടെക്സ്റ്റിലുള്ള ഫിഗർ നിങ്ങൾക്ക് കാണാം. അവിടെ കൃത്യമായി കണ്ട ആ ഒരു റെഡിൽ അവര് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, അസിംപ്റ്റോട്ടും ഹൈപ്പർബോളയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരികയാണെന്ന് കാണിക്കാൻ. The distance approaches 0 as the point moves away from the center. സെന്ററിൽ നിന്ന് മൂവ് ചെയ്ത് മാറുമ്പോഴേക്കും എന്താണ്, ഹൈപ്പർബോളയും അസിംപ്റ്റോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0ത്തിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ പോവില്ല കേട്ടോ. പക്ഷെ അങ്ങ് എത്തത്തൊന്നുമില്ല, 0ത്തിലേക്ക് എത്താൻ. അതായത് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, മീറ്റ് ചെയ്യുന്നത് നിങ്ങളെ തോന്നിപ്പിക്കുന്നത് മാത്രം. അതാണ് നമ്മുടെ ഹൈപ്പർബോളയുടെ കാര്യങ്ങൾ. അപ്പൊ ഹൈപ്പർബോളയ്ക്ക് 2 ഫോക്കസ് ഉണ്ട്, സെന്റർ ഉണ്ട്, കോൺജുഗേറ്റ് ആക്സിസ് ഉണ്ട്, ഫോക്കൽ ആക്സിസ് ഉണ്ട്. പിന്നെ ഫോക്കൽ ആക്സിസ് ഹൈപ്പർബോളയെ മീറ്റ് ചെയ്യുന്ന സ്ഥലം വേർട്ടെക്സുകളാണ്, അത് 2 എണ്ണം. അതിനുശേഷം ഈ ഹൈപ്പർബോളയെ ടച്ച് ചെയ്യാതെ, അതായത് ഹൈപ്പർബോളയെ ഇന്റർസെക്ട് ചെയ്യുന്ന രീതിയിലുള്ള പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് വിച്ച് പാസസ് ത്രൂ ദ സെന്റർ, അതിന്റെ പേരാണ് അസിംപ്റ്റോട്സ്. ഇതൊക്കെയാണ് നമ്മുടെ ഹൈപ്പർബോളയുടെ ആൾക്കാർ. ഹൈപ്പർബോളയുടെ പ്രോപ്പർട്ടീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ ഇവരൊക്കെ. ഡൺ. അപ്പൊ ഹൈപ്പർബോളയെ പറ്റി മനസ്സിലായോ? ഓക്കെ, ഡൺ. അപ്പൊ ഇനി നമുക്ക് ഹൈപ്പർബോളയുടെ ഇക്വേഷനിലേക്ക് പോവാം. എന്താണ് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ? ശരി, നോക്കുക. ഞാനിവിടെ ഹൈപ്പർബോള ഒന്നുകൂടെ വരയ്ക്കുകയാണ്. ആക്സസുകൾ വരയ്ക്കുന്നു ആദ്യം. നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഫോക്കസ് ഇവിടെയാണ്. നമ്മുടെ സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ്, അത് സി ആണ്. സി. ഇനി നമ്മുടെ സെന്ററിൽ നിന്ന് വേർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ്, അത് എ ആണ്. ഇതേ ഡിസ്റ്റൻസ് ഇപ്പുറത്ത് മെയിൻറ്റെയിൻ ആവും. ഡൺ. അങ്ങനെ അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ബി എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടെ കണ്ടുപിടിക്കും. ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. B is equal to root of c square minus a square. Simply b square equal to c square minus a square എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടെ ബിക്ക് കണ്ടുപിടിക്കും. വീണ്ടും പറയുന്നു, നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യം നോക്കുക. സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസിനെ സി ആയിട്ട് എടുക്കുന്നു, സെന്ററിൽ നിന്ന് വേർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസിനെ എ ആയിട്ട് എടുക്കുന്നു. അതിനുശേഷം ബി എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ കണ്ടുപിടിക്കുന്നു. ബി എന്ന് പറയുന്നത് ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഓർ സിംപ്ലി ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. നൗ നമ്മള് ഹൈപ്പർബോളയുടെ ഇക്വേഷനിലേക്ക് പോകുന്നു. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. നോക്കുക, ഇവിടെ പോസിറ്റീവ് സൈൻ വന്നിരിക്കുന്നത് എക്സിനാണ്. അതുകൊണ്ട് ഈ എക്സ് ആണ് ഫോക്കൽ ആക്സിസ്, അല്ലെങ്കിൽ എക്സ് ആക്സിസിലാണ് ഫോക്കസ് കിടക്കുന്നത്. അതേസമയം നെഗറ്റീവ് വന്നത് വൈക്കാണ്. അപ്പോ നമ്മുടെ
കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയുന്നത് y ആക്സിസ്. ഇങ്ങനെയാണ് മനസ്സിലാക്കാനുള്ളത്. എ വാല്യൂ നമ്മുടെ നമ്മളെ ഇതിൽ കണ്ട പോലെ എന്താണ്, നമ്മുടെ എലിപ്സിൽ കണ്ട പോലെ എ വലുത് ബി ചെറുത് അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല കേട്ടോ. എക്കും ബിക്കും തോന്നിയതുപോലെ പോവാം. എക്കും ബിക്ക് തോന്നിയതുപോലെ പോവാം. എ വലുത് ബി വലുത് അതൊന്നും അല്ല നോക്കാനുള്ളത്. എക്സിന് പോസിറ്റീവ് ആണെങ്കിൽ ഫോക്കൽ ആക്സിസ് എക്സ് ആക്സിസ്, വൈക്കാണ് പോസിറ്റീവ് എങ്കിൽ ഫോക്കൽ ആക്സിസ് വൈ ആക്സിസ്. അതായത് നിങ്ങൾ ഇനി വരയ്ക്കാൻ പോകുന്ന ഹൈപ്പർബോള ഇങ്ങനത്തെ ഹൈപ്പർബോളയാണെന്ന് വിചാരിക്കും. ഇങ്ങനത്തെ ഹൈപ്പർബോള വൈ ആക്സിസ് ആണ് ഫോക്കൽ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഫോക്കസിൽ നിന്ന് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് സി ആണ്, വെർട്ടെക്സിൽ നിന്ന് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എ ആണ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇവിടെ വൈയുടെ താഴെ കിടക്കുന്നതാണ് എ വാല്യൂ, കാരണം ഫോക്കൽ ആക്സിസ് വൈ ആക്സിസ് ആണ്. വൈയുടെ താഴെ കിടക്കുന്നതാണ് എ വാല്യൂ, എക്സിന്റെ താഴെ കിടക്കുന്നതാണ് ബി വാല്യൂ. വൈക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് ഫോക്കൽ ആക്സിസ് വൈ ആക്സിസ്, എക്സിന്റെ നെഗറ്റീവ് ആയതുകൊണ്ട് കോൺജുഗേറ്റ് ആക്സിസ് എക്സ് ആക്സിസ്. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. നമ്മുടെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ഇതാണ്. കഴിഞ്ഞു. അപ്പോ നമ്മുടെ കുറച്ചുകൂടെ ഒന്ന് ഭംഗിക്ക് എഴുതാൻ ഞാൻ ഇപ്പൊ ഇവിടെ ഒന്ന് മായ്ക്കുകയാണ്, കുറച്ചുകൂടെ ഭംഗിക്ക് വരാൻ വേണ്ടിയിട്ടാണേ. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ ആ സി എന്ന ഡിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ശരി, ദാ ഇവിടുന്ന് സെന്ററിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് സി ആയതുകൊണ്ട് ഈ പോയിന്റ് സി കോമ 0, ഓബിയസ്ലി ഈ പോയിന്റ് മൈനസ് സി കോമ 0. ഇവിടെ സെന്ററിൽ നിന്ന് വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എ ആയതുകൊണ്ട് ഈ പോയിന്റ് എ കോമ 0, ഈ പോയിന്റ് മൈനസ് എ കോമ 0. ഡൺ. ഇനി നമുക്ക് അസിംപ്റ്റോട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. സെന്ററിലൂടെ കടന്നു പോവുകയും ഹൈപ്പർബോളയെ ടച്ച് ചെയ്യുന്ന രീതിയിൽ പോവുകയും ചെയ്യുന്ന പെയർ ഓഫ് സ്ട്രൈറ്റ് ലൈൻസ്. ഓക്കെ, ഡൺ. ഇതാണ് ആ പെയർ ഓഫ് സ്ട്രൈറ്റ് ലൈൻസ്. എനിക്കിനി ഇവരുടെ ഇക്വേഷൻ കൂടെ ഇവിടെ പറഞ്ഞു തരും. ഇവരുടെ ഇക്വേഷൻ y is equal to b by a into x. y is equal to b by a into x. ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. ആൻഡ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് y is equal to minus b by a into x. കഴിഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നു. സെന്ററിൽ നിന്ന് നമ്മുടെ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സി, സെന്ററിൽ നിന്ന് വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എ. മാർക്ക് ചെയ്തു. ബി എന്ന് പറയുന്ന വാല്യൂ ഒരാളുണ്ട്, അത് √c² മൈനസ് a² ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ആണ് ഞാൻ താഴെ എഴുതിയത്, x² ബൈ a² മൈനസ് y² ബൈ b² ഈക്വൽ ടു 1. പോയിന്റ് ടു നോട്ട്, ഫോക്കൽ ആക്സിസ് എക്സ് ആക്സിസ് ആയതുകൊണ്ട് എക്സിന് പോസിറ്റീവ്, ഫോക്കൽ ആക്സിസ് കോൺജുഗേറ്റ് ആക്സിസ് വൈ ആക്സിസ് ആയതുകൊണ്ട് വൈക്ക് നെഗറ്റീവ്. അടുത്ത് ഫോക്കൽ ആക്സിസ് എക്സ് ആക്സിസ് ആയതുകൊണ്ട് എക്സിന്റെ താഴെയാണ് a², വൈയുടെ താഴെയാണ് b². അതിനുശേഷം ഞാൻ അസിംപ്റ്റോട്ട് വരച്ചു. അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷന് മാർക്ക് ചെയ്തു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. y is equal to b by a into x. അവിടെ y is equal to minus b by a into x. നെക്സ്റ്റ് അടുത്ത വേരിയന്റ് ആണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അടുത്ത വേരിയന്റ് നമ്മുടെ ഫോക്കൽ ആക്സിസ് വൈ ആക്സിസ് ആണ്. ഫോക്കസ് മാർക്ക്. സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് സി ആണ്. അപ്പൊ ഇത് 0, c, ഇത് 0, മൈനസ് സി. അടുത്ത് ഈ പോയിന്റ് സെന്ററിൽ നിന്ന് വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എ ആണ്. അപ്പൊ ഇയാള് 0, a,
ഇയാള് 0, -a 0, -a ഡൺ. ഇനി അടുത്ത് നമുക്ക് ഇയാളുടെ അസിംപ്റ്റോട്ടാണ് വേണ്ടത്. സെന്ററിലൂടെ പോകുന്ന ഹൈപ്പർബോളയെ ടച്ച് ചെയ്യുന്ന രീതിയിൽ പോകുന്ന സ്ട്രൈറ്റ് ലൈൻ. ടച്ച് ചെയ്യുന്നു എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ടച്ച് ചെയ്യുന്ന പോലെ പോകുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ്. ടച്ച് ചെയ്യുന്നു എന്ന വാദമില്ല, ടച്ച് ചെയ്യുന്ന പോലെ പോകുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ്. ഡൺ. ഇതാണ് നമ്മുടെ അസിംപ്റ്റോട്ട്. ഇതാണ് നമ്മുടെ അസിംപ്റ്റോട്ട്. ഈ അസിംപ്റ്റോട്ടിന്റെ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. y is equal to a/b into x. നേരത്തെ ആലോചിക്കണം, b/a into x ആണ്. ഇവിടെ നേരെ തിരിയും, y is equal to a/b into x. ഇവിടെ y is equal to -a/b into x. y is equal to a/b into x. ഇവിടെ വരുന്നത് y is equal to -a/b into x. And the equation is y square by a square minus x square by b square equal to 1. y square by a square. കണ്ടോ, പോസിറ്റീവ് വന്നത് ഫോക്കൽ ആക്സിസ് y ആക്സിസ് ആണ്, അതുകൊണ്ട് അയാൾക്ക് പോസിറ്റീവ് വന്നു. നെഗറ്റീവ് വന്നത് x ആക്സിസ് ആണ്, കാരണം കോൺജുഗേറ്റ് ആക്സിസ് x ആക്സിസ് ആണ്, അതുകൊണ്ട് അയാൾക്ക് നെഗറ്റീവ് വന്നു. ഫോക്കൽ ആക്സിസിന്റെ താഴെയാണ് എ വാല്യൂ വന്നിരിക്കുന്നത്. ഫോക്കലിന്റെ താഴെയാണ് എ വാല്യൂ വന്നിരിക്കുന്നത്. മറ്റേ ആളുടെ താഴെ ബി വാല്യൂ. ഡൺ. ഇതാണ് ഒരു ഹൈപ്പർബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. എല്ലാ കാര്യങ്ങളും ഉണ്ട്. വെർട്ടെക്സ് മാർക്ക് ചെയ്തു, ഫോക്കസ് മാർക്ക് ചെയ്തു, സെന്റർ 0, 0 ആണ്. സെന്റർ 0, 0 ആവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അതിന്റെ അസിംപ്റ്റോട്ടിന്റെ കാര്യവും മാർക്ക് ചെയ്തു, ഇക്വേഷനും എല്ലാം മാർക്ക് ചെയ്തു. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ശരി. അപ്പൊ നമ്മള് അതും കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഹൈപ്പർബോളയുടെ ഡെഫിനിഷൻ കണ്ടു. ഹൈപ്പർബോളയുടെ വേണ്ട കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തു. എ വാല്യൂ, ബി വാല്യൂ, സി വാല്യൂ എല്ലാം മാർക്ക് ചെയ്തു. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതും നമ്മുടെ എലിപ്സിന്റെ ഇക്വേഷനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ എ ബി സി വാല്യൂകളുണ്ട്, ഇവിടെ എ ബി സി വാല്യൂകളുണ്ട്. അവിടെ എ സ്ക്വയറും എയും ബിയും സിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ് അവിടത്തെ ബന്ധം. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അവിടെ എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറും, ഇവിടെ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും ആണ്. ഇതാണ് ഇവിടത്തെ ബന്ധം. അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും തെറ്റിക്കരുത്, സൂക്ഷിക്കണം. ഡൺ. അതാണ് എനിക്കിവിടെ പറയാനുള്ള കാര്യം. അവിടത്തെ റിലേഷനും കൊണ്ട് തെറ്റിദ്ധരിച്ച് ഇവിടെ കൊണ്ട് തരരുത്. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് ഓർക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്തുമാത്രം അത് ഓർക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇവിടെ നോക്കുക. ഇവിടെ ഡിസ്റ്റൻസ് സെന്ററിൽ നിന്ന് നമ്മുടെ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കൂടുതൽ. സെന്ററിൽ നിന്ന് വേർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് കുറവാണ്. സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കൂടുതൽ. അതായത് സി ആണ് കൂടുതൽ, എ കുറവാണ്. അതുകൊണ്ട് സി സ്ക്വയർ ആയിരിക്കും കൂടുതൽ. ബാക്കി രണ്ടുപേരുടെ സം എടുത്താലേ സി കിട്ടത്തുള്ളൂ. സി അത്രയും വലുതാണ്. പക്ഷെ ഒരു എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് കിടക്കുന്നത് ഇവിടെയായിരിക്കും, അതിന്റെ വെർട്ടെക്സ് കിടക്കുന്നത് ഇവിടെയായിരിക്കും. അപ്പൊ എ വാല്യൂ ആണ് സി വാല്യൂവിനേക്കാൾ കൂടുതൽ. അപ്പൊ എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം, സൂക്ഷിക്കാം. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പൊ നമുക്ക് നേരെ ഹൈപ്പർബോളയെ സ്കെച്ച് ചെയ്യുന്ന പരിപാടിയിലോട്ട് പോവാം. ഹൈപ്പർബോളയെ സ്കെച്ച് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് നമുക്ക് പോകാം. ശരി, ഇതാ ഇനി ചോദ്യം നോക്കുക. സ്കെച്ച് the graphs of ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. x² by 4
minus y square by 9 equal to 1. X square by 4 minus y square by 9 equal to 1. ഇതിനെ സ്കെച്ച് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയാനുള്ളത് ഇയാളുടെ ഫോക്കൽ ആക്സിസ് ഏതാണ്, ഇയാളുടെ ഫോക്കൽ ആക്സിസ് ഏതാണ്, ഇയാളുടെ കോൺജുഗേറ്റ് ആക്സിസ് ഏതാണ്. പോസിറ്റീവ് വന്ന എക്സിനാണ്, അതുകൊണ്ട് ഫോക്കൽ ആക്സിസ് എക്സ് ആക്സിസും അതിന്റെ കോൺജുഗേറ്റ് മീൻസ് മൈനസ് വന്നത് വൈക്കാണ്, അപ്പോൾ അതിന്റെ കോൺജുഗേറ്റ് ആക്സിസ് വൈ ആക്സിസുമാണ്. ആ കാര്യം തിരിച്ചറിയാം. ഫോക്കൽ ആക്സിസിന്റെ താഴെയാണ് എ വാല്യൂ കിടക്കുന്നത്, എ വാല്യൂ അപ്പോ 2 സ്ക്വയർ 2. ബി വാല്യൂ കിടക്കുന്നത് കോൺജുഗേറ്റിന്റെ താഴെയാണ്, മൈനസ് വന്നതിന്റെ താഴെയാണ്, അപ്പോ 3 സ്ക്വയർ 3. അപ്പൊ എ വാല്യൂ ബി വാല്യൂ കിട്ടിക്കഴിഞ്ഞു, എ വാല്യൂ ബി വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഡൺ. ഇനി നമ്മൾ ഇയാളുടെ ഫിഗർ വരയ്ക്കാൻ പോവുകയാണ്. ഫിഗർ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുകയാണ്. സ്ട്രൈറ്റ് ലൈൻ വരച്ചു, സ്ട്രൈറ്റ് ലൈൻ വരച്ചു. നെക്സ്റ്റ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിൽ ആദ്യം ചെയ്യാനുള്ളത്, നമുക്ക് എ വാല്യൂ 2 ആണ്, എ വാല്യൂ 2 ആണ്. അപ്പോ നമ്മുടെ ഫോക്കൽ ആക്സിസിലേക്ക് എ ഡിസ്റ്റൻസ് എടുക്കണം, ഫോക്കൽ ആക്സിസിലേക്ക് എ ഡിസ്റ്റൻസ്. അപ്പോ 1 2 ഫോക്കൽ ആക്സിസിലേക്ക് എ ഡിസ്റ്റൻസ് എടുക്കുക. ഇനി നമ്മുടെ കോൺജുഗേറ്റ് ആക്സിസിലേക്ക് ബി ഡിസ്റ്റൻസ് എടുക്കുക, ബി 3 ആണ്, ബി 3. 1 2 3. താഴോട്ട് 1 2 3. ഇവിടെ 2 ഡിസ്റ്റൻസ് എടുക്കണമെന്ന് 1 2. നമ്മൾ നേരത്തെ ചെയ്ത പോലെ, അതായത് എലിപ്സ് ചെയ്ത പോലെ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യണം, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യണം. ഡൺ. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഡൺ. ഇതൊരു ഡോട്ടഡ് മോഡലായിരിക്കണം റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന രീതിയിൽ, പക്ഷെ ഈ റെക്റ്റാങ്കിളിനെ വേറൊരിടത്തും മീറ്റ് ചെയ്യാത്ത രീതിയിൽ കർവ് വരച്ച് കംപ്ലീറ്റ് ചെയ്യും. ആ റെക്റ്റാങ്കിളിന്റെ എ വാല്യൂ വന്നില്ലേ, എ വാല്യൂ വരുന്ന ആ ഒരു സ്ഥലത്ത് മാത്രം തൊടുന്ന രീതിയിൽ. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ വേറൊരു ലൈനിൽ കൂടെ ഞാൻ വരയ്ക്കാം കേട്ടോ, വേറൊരു ലൈനിൽ കൂടെ വരയ്ക്കാം. ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു ലൈനിൽ കൂടെ വരയ്ക്കുകയാണ്. ഞാനിവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ആ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ റെക്റ്റാങ്കിളിന്റെ ഒരു കോർണറിൽ നിന്ന് സെന്റർ വഴി മറ്റേ കോർണർ വഴി വെളിയിൽ വരുന്ന രീതിയിലാണ് വരയ്ക്കുന്നത്. കൃത്യം വരച്ച് വരേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ നേരത്തെ ഫിഗർ വരച്ചതിന്റെ ഒരു മിസ്റ്റേക്ക് കാരണമാണ് അത് മര്യാദയ്ക്ക് വരാത്തത്. ഡൺ. ഇനി അതേപോലെ ഇവിടെയും വരയ്ക്കും. കുറച്ചുകൂടെ ഭംഗി വരുത്താനാണ് ഞാൻ ഇതിങ്ങനെ വരച്ച് നിർത്തിയത്. നിങ്ങൾ ഈ വരച്ചു കഴിഞ്ഞ ഈ പെയർ ഓഫ് സ്ട്രൈറ്റ് ലൈൻ ആണ് നമ്മുടെ അസിംപ്റ്റോട്ട്. നിങ്ങൾ ഇപ്പൊ വരച്ചു കഴിഞ്ഞ ഈ പെയർ ഓഫ് സ്ട്രൈറ്റ് ലൈൻ ആണ് നമ്മുടെ അസിംപ്റ്റോട്ട്. കുറച്ച് നീളത്തിൽ വരയ്ക്കുന്നത് നന്നായിരിക്കും. ഡൺ. അപ്പൊ ഞാനിവിടെ വീണ്ടും പറയുന്നു എന്താണ് ഞാനിവിടെ ചെയ്തതെന്ന്. ഞാനിവിടെ ചെയ്ത കാര്യം വീണ്ടും പറയുന്നു.
നിങ്ങൾ കോൺജുഗേറ്റ് ആക്സിസും നമ്മുടെ ഫോക്കൽ ആക്സിസും എന്താണെന്ന് നിങ്ങൾക്കൊരു തീരുമാനത്തിൽ എത്തുക. എന്നിട്ട് എ വാല്യൂ ബി വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് സെന്ററിൽ നിന്ന് ഫോക്കൽ ആക്സിസിലേക്ക് 2 ഡിസ്റ്റൻസ്, ഇപ്പൊ എ ഡിസ്റ്റൻസ് എടുക്കുക, ഇടത്തോട്ടും വലത്തോട്ടും. ഇനി അതേസമയം സെന്ററിൽ നിന്ന് ബി വാല്യൂ കോൺജുഗേറ്റ് ആക്സിസിലേക്ക് മുകളിലേക്കും താഴേക്കും എടുത്തു. അങ്ങനെ ഞാൻ ഒരു റെക്ടാങ്കിൾ വരച്ച് അവിടെ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് സെന്ററിലൂടെ റെക്ടാങ്കിളിന്റെ കോർണേഴ്സ് വഴി, ഓപ്പോസിറ്റ് കോർണേഴ്സ് വഴി പുറത്തു വരുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ച് കംപ്ലീറ്റ് ചെയ്തു. ആ സ്ട്രെയിറ്റ് ലൈൻസ് വേറെ ആരുമല്ല, നിങ്ങളുടെ അസിംപ്റ്റോട്ടുകളാണ്. നെക്സ്റ്റ് ഞാൻ ആ കർവിനെ വരച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതായത് ഈ റെക്റ്റാങ്കിള് നമ്മൾ ആക്സിസിനെ തൊടുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ ജസ്റ്റ് തൊടുക. വേറെ ഒരു പോയിന്റിലോ റെക്റ്റാങ്കിളിൽ തൊടരുത്. എന്നിട്ട് ആ സ്ട്രെയിറ്റ് ലൈൻസിനെ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻസിനെ തൊട്ടു തൊട്ടില്ല എന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. The same procedure ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. ഈ പോയിന്റിൽ വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വരച്ചങ്ങ്. സെയിം തിങ് ഇവിടെ. ഇതാണ് നമ്മുടെ ഹൈപ്പർബോളയുടെ ഗ്രാഫ്. ഇതാണ്. മനസ്സിലായോ? മനസ്സിലായി സർ. ശരി. അപ്പൊ ഇനി ഇവിടെ നിന്ന് നമുക്ക് സി വാല്യൂ കണ്ടുപിടിക്കാം. സി വാല്യൂ എന്ന് പറയുന്നത് c² = a² + b² ആണെന്ന് ഞാൻ പറഞ്ഞു. സി ആണ് എനേക്കാൾ വലുത്. അതായത് 2² 4 + 3² 9, that is equal to 13. Therefore c is equal to √13. അതായത് ഇവിടെ √13 എന്നൊക്കെ പറയുമ്പോൾ 3 പോയിന്റ് സംതിങ് ആണ്. √13,0 ഇവിടെ -√13,0, ഈ പോയിന്റ് 2,0, ഇത് -2,0. ഡൺ. നമ്മളെല്ലാം മാർക്ക് ചെയ്തു. ഇനി അസിംപ്റ്റോട്ട് ആണ്. അസിംപ്റ്റോട്ട് y is equal to b/a into x. y is equal to b/a into x, 3/2 into x. ഇവിടെ y is equal to -3/2 into x. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ എന്താണ് ഹൈപ്പർബോളയുടെ ഇക്വേഷനും കാര്യം. ഹൈപ്പർബോളയുടെ എല്ലാം ഞാൻ മാർക്ക് ചെയ്യും. ഫോക്കസും സെന്ററും ഫോക്കസും വെർട്ടെക്സും പിന്നെ അസിംപ്റ്റോട്ടും മാർക്ക് ചെയ്തു. ശരി. അപ്പൊ ഇനി നമുക്ക് വീണ്ടും വേറൊരു ക്വസ്റ്റ്യൻ കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ y² - x² = 1. y² - x² = 1. ഇതാണ് നമ്മുടെ അടുത്ത. നെഗറ്റീവ് വന്നത് എക്സിനാണ്, പോസിറ്റീവ് വന്ന വൈക്ക്. അപ്പൊ നമ്മുടെ ഫോക്കൽ ആക്സിസ് y ആക്സിസും നമ്മുടെ കോൺജുഗേറ്റ് ആക്സിസ് x ആക്സിസും. എ വാല്യൂ ആരുടെ ഫോക്കൽ ആക്സിസിന്റെ താഴെ വരുന്നതാണ് എ വാല്യൂ 1 ബി വാല്യൂ കോൺജുഗേറ്റ് ആക്സിസിന് താഴെ വരുന്നത് 1 എ വാല്യൂ ബി വാല്യൂ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഫോക്കൽ ആക്സിസ് വരച്ചു. എ വാല്യൂ
നിങ്ങളുടെ എ വാല്യൂ നിങ്ങളുടെ ഫോക്കൽ ആക്സിസിലേക്ക് മാർക്ക് ചെയ്യുക. ഫോക്കൽ ആക്സിസ് വൈ ആണ്. ഫോക്കൽ ആക്സിസ് വൈ ആണ്. അതുകൊണ്ട് വൈ ആക്സിസിലേക്ക് വേണം 1 ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ. ബി വാല്യൂ നിങ്ങളുടെ കോൺജുഗേറ്റ് ആക്സിസിലേക്ക് മാർക്ക് ചെയ്യുക. ബി വാല്യൂ 1 ആണ്. കോൺജുഗേറ്റ് ആക്സിസ് എക്സ് ആണ്. അപ്പൊ അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക 1. ഇപ്പുറത്തും മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ റെക്ടാങ്കിൾ വരച്ചങ്ങ് കംപ്ലീറ്റ് ചെയ്തേക്കാം. റെക്ടാങ്കിൾ വരച്ചങ്ങ് കംപ്ലീറ്റ് ചെയ്തേക്കാം. കംപ്ലീറ്റ് ചെയ്തു. റെക്ടാങ്കിൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഈ റെക്ടാങ്കിളിന്റെ അകത്തൂടെ അതിന്റെ കോർണേഴ്സ് ഒരു വെളിയിൽ വരുന്ന രീതിയിൽ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണം. സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണം. പുറത്ത് വരുന്ന രീതിയിൽ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞു. ഡൺ. കഴിഞ്ഞു. ഇനി നമ്മുടെ എന്താണ് ഫോക്കൽ ആക്സിസിലൂടെ ഇതാണ് ഫോക്കൽ ആക്സിസ്. വൈ ആക്സിസ് ആണ് ഫോക്കൽ ആക്സിസ്. ഫോക്കൽ ആക്സിസ് ഈ ഒരു പോയിന്റിൽ തൊടണം. പക്ഷെ നമ്മുടെ അസിംപ്റ്റോട്ടിനെ തൊട്ടില്ല എന്നുള്ള നിലയിൽ പോവുക. അസിംപ്റ്റോട്ടിനെ തൊട്ടില്ല എന്നുള്ള നിലയിൽ വരച്ച് കംപ്ലീറ്റ്. സിമിലർ തിങ് ഹാപ്പൻസ് ഹിയർ ആസ് വെൽ. ഡൺ. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഹൈപ്പർബോള. നിങ്ങൾ ഈ കാണുന്നത്. ഡൺ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ സി വാല്യൂ കണ്ടുപിടിക്കേണ്ടതുണ്ട്. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പൊ സി ഈസ് ഈക്വൽ ടു √2. √2 എന്ന് പറഞ്ഞാൽ 1.4 സംതിങ് ആണ്. അപ്പൊ ഇവിടെ ആയിരിക്കും സി വാല്യൂ വരുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 0,√2. ഇവിടെ 0,-√2. എ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. 0,1 0,-1. പിന്നെ അസിംപ്റ്റോട്ട് മാർക്ക് ചെയ്യണം. അസിംപ്റ്റോട്ട് ഈ ഒരാളുടെ അസിംപ്റ്റോട്ട് y is equal to a/b into x ആണ്. a/b into x ആണ്. a/b 1/1 into x, അതായത് y equal to x. ഇത് y is equal to -x. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഹൈപ്പർബോള. ഹൈപ്പർബോള വരയ്ക്കാൻ മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ഡൺ. അപ്പൊ നമ്മള് ഹൈപ്പർബോളയുടെ കാര്യം കഴിഞ്ഞു. കഴിഞ്ഞിട്ടുണ്ട്. ഡൺ. അപ്പൊ ഇതാണ് ഹൈപ്പർബോള വരയ്ക്കാനുള്ള പ്രൊസീജിയർ. നെക്സ്റ്റ് നമ്മൾ ഹൈപ്പർബോളയുടെ ട്രാൻസ്ലേഷൻ ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.